പരിശുദ്ധമായ നാം അനുഗ്രഹിക്കപ്പെട്ട ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി ദൈവസേനയിൽ കൂടി വരുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിനെ ആരാധിക്കുവാനെല്ലാം ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഓർക്കുവാനും ദൈവവചനത്തെ ശ്രദ്ധാപൂർവം കേൾക്കുവാനും നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടർന്ന് വന്ന ആ സെഷനോട് അവസാനിച്ച് നമുക്കറിയാം. ഇന്ന് തൊട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്ന കൊരിന്ത്യർ ലേഖനത്തിൻ്റെ തുടർമാനമായ പഠനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുവാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്ന കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുന്നില്ല. ഞാനതിൽ ആവശ്യം വരുന്നതനുസരിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്യഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. മതി. താങ്ക് യു. 15-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം മരണ പുനരുത്ഥാനങ്ങളെ പറ്റിയുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ബോധ്യങ്ങളാണ്. കഴിഞ്ഞ നാളിൽ നമ്മൾ കേട്ടതുപോലെ ഈ കൊരിന്ത്യർ ലേഖനത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ പലതാണ്. പല മേഖലകളിൽ കൊരിന്തിലെ സഭ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അതിനോട് പ്രതികരിക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് തയ്യാറെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് തുടക്കഭാഗങ്ങളിൽ ഭിന്നതയെപ്പറ്റി, സഭയ്ക്കുള്ള ഭിന്നതയെപ്പറ്റിയാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ കടന്നു വന്ന് ഈ 15-ാം അധ്യായത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച, ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന, സംശയിക്കുന്ന ആളുകൾ കൊരിന്ത്യർ സഭയിലുണ്ടായി. അപ്പോൾ അതിനോടുള്ള പൗലോസിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം, അതിനെ സംബന്ധിച്ച് എങ്ങനെ കാണണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശമാണ് നമ്മളിവിടെ കാണുന്നത്. അത് വലിയ ആഴമേറിയ ദർശനങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് വരും ദിവസം നമ്മൾ കേൾക്കാൻ കഴിയും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. അത് ഇന്നത്തെ വിഷയത്തെ ഞാൻ ഇങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു: ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഉയർത്തെഴുന്നേറ്റ ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ദ എസെൻഷ്യൽ ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്.
ഞാൻ അങ്ങനെയാണ് അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. Resurrected Christ, the essential foundation of our faith, or true foundation of our faith, ഇങ്ങനെ വിളിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇതിൻ്റെ ഈ ഒരു ഫോക്കസിലായിരിക്കും നമ്മൾ ദൈവവചനം കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ആദിമസഭയുടെ പ്രസംഗങ്ങളുടെ അടിസ്ഥാനമായിരുന്നു. ആ അടിസ്ഥാനമാണ് ആ അപ്പോസ്തല പ്രവൃത്തി മുതൽ നമ്മൾ കാണുന്നത്. ഞങ്ങൾ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാകുന്നു. അതാണ് അപ്പോസ്തലന്മാർ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, കൈകൊണ്ട് തൊട്ടതാണ്, സ്പർശിച്ചതാണ്, തിരിച്ചറിഞ്ഞതാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് കെട്ടുകഥകളൊന്നുമല്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഞങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. ഞങ്ങളോടൊപ്പം അപ്പം ഭക്ഷിച്ചാണ്, ഞങ്ങളുടെ കൂടെ ഇരുന്നതാണ്, ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്കറിയാം, നേരിട്ടറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവായിരുന്നു ആദിമസഭയുടെ തുടക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവരുടെ പ്രസംഗത്തിൻ്റെ വിഷയം അത് തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ കൊരിന്ത്യ സഭയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, സഭ വളർന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റിസറക്ഷൻ, കർത്താവിൻ്റെ പുനരുത്ഥാനം എന്നൊക്കെ പറയുന്നത് ഒരു സംശയത്തിന് കാരണമാകുന്ന കാര്യമായിട്ട് മാറി. കാര്യം ഇതിലാണ് തുടങ്ങുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു സംശയിക്കത്തക്ക രീതിയിൽ കാര്യങ്ങളായി മാറി. ഈ വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വിശ്വസിച്ച പല കാര്യങ്ങളും നമ്മൾ സംശയിച്ചു തുടങ്ങും, അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല ആർക്കും? എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വിശ്വാസത്തിൻ്റെ തുടക്കകാലങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ആഴത്തിൽ വിശ്വസിച്ച പല കാര്യങ്ങളും കുറച്ച് നമ്മൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്ത, ബുദ്ധി, ലോജിക്കൽ റീസണിങ് പവർ ലൈൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആദ്യത്തിൽ ആഴത്തിൽ വിശ്വസിച്ച പല കാര്യങ്ങളിലും നമുക്ക് ഉള്ളിൽ ഒലച്ചിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ആഴമായിട്ട് ഉറപ്പിച്ച് വിശ്വസിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യത്തിലാണെന്ന് വിചാരിക്കുക. കർത്താവ് ഒരു സൗഖ്യം തന്നിട്ട് ഞങ്ങൾ കർത്താവിലേക്ക് അടുത്ത് വന്നതെന്ന് വിചാരിക്കുക. അത് ആദ്യം കർത്താവിനെ ആഴത്തിൽ വിശ്വസിക്കാൻ അതൊരു ഉപകരണമായി മാറിയെങ്കിൽ കുറച്ചങ്ങ് കഴിയും തോറും ലൈഫിൻ്റെ ഓരോ ഘട്ടം കഴിഞ്ഞ് ചിലപ്പോഴിത് ഇളക്കം പറ്റുന്ന ചില അനുഭവങ്ങൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ പല മേഖലകളിലും ദൈവം നമ്മളെ വിശ്വാസത്തിലേക്ക്, അവനിലേക്കുള്ള അവൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന ബോധ്യങ്ങളിൽ പലതും ഇളക്കം തട്ടാറുണ്ട്. അത് ഓവർ ദി ഇയേഴ്സ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടമാണ്. ഇവർക്ക് അതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടാവുക. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമില്ല. ആരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ ആർക്കും അനുഭവവേദ്യമായ ഒരു കാര്യം അല്ല എന്നുള്ളത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു രീതി അപ്പോസ്തലന്മാരുടെ ഇടയിലും യഹൂദനും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. യഹൂദന്മാരുടെ വിശ്വാസത്തിലും ഒരു മരിച്ച ഒരാൾ തിരിച്ചു വരുമെന്നുള്ളതോ അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആശയങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളല്ല അന്ന്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും വിശ്വസിക്കാൻ കഴിയുന്നതുമായ ഒരു കാര്യമല്ല. ഇന്ന് പോലും ഒരാൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൻ്റെ ബോധ്യം മരണമാണ് യാഥാർത്ഥ്യം. മരണത്തെ ജയിക്കുക എന്ന് പറയുന്നൊരു ബോധ്യമൊന്നുമല്ല നമ്മുടെ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് എന്താണ്? മരിക്കുന്നതാണ് കണ്ടേക്കുന്നത്. മരിച്ച ആൾ എഴുന്നേൽക്കുന്നവരും നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ഒരാൾ മരിച്ചിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് വന്നാൽ പോലും നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. കാരണം വിശ്വാസം ഫങ്ഷൻ ചെയ്യുന്ന അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ. നമ്മൾ സ്ഥിരമായി കാണുകയും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ നമ്മൾ കൂടുതൽ ഉറപ്പിക്കുക. ഒരാൾ ഒത്തിരിയേറെ നുണ പറയുന്നു, കുറച്ച് നേര് പറഞ്ഞാൽ നമ്മൾ അയാളെ നുണയനായിട്ട് വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം പറഞ്ഞാൽ അധികവും നുണയായിരുന്നു, കുറച്ച് നേര് പറഞ്ഞാൽ നമ്മൾ അയാളെ നുണയനായിട്ട്. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. ഏതാണ് കൂടുതൽ അനുഭവവേദ്യമാകുന്നത് അതാണ് നമ്മുടെ ഫെയ്ത്തിൻ്റെ ബേസിസായിട്ട്, അടിസ്ഥാനമായിട്ട് മാറുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് തുടങ്ങിയെങ്കിൽ പോലും ഇവരെ സംബന്ധിച്ച് കൊരിന്ത്യയിലെ വിശ്വാസികളെ സംബന്ധിച്ച് ഉയർപ്പ് കുറച്ച് കഴിയുമ്പോൾ സംശയമായി തുടങ്ങി. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്കതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കണം. 15-12, 12-13 വായിച്ചു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മതി. പിന്നെ ഒന്നുകൂടെ വായിച്ചു, 14 കൂടെ വായിച്ചു.
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മതി മതി. അപ്പോൾ നമ്മുടെ പ്രസംഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയൊക്കെ കാതലായ കാര്യം എന്ന് പറയുന്നത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ ഇരിക്കെ നിങ്ങൾ എങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ പ്രസംഗിക്കാൻ കാരണം നിങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ കൊരിന്ത്യയിലെ സഭയിൽ കുറച്ച് ചിന്തകന്മാർ എഴുന്നേറ്റ് വന്നു, പുനരുത്ഥാനം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമില്ല, അങ്ങനെ പ്രസംഗിക്കുന്ന കുറേ പേരുണ്ടായി. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമില്ല എന്ന് പ്രസംഗിക്കുന്ന ചില ആളുകൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിനോട് പ്രതികരിക്കുകയാണ്, അങ്ങനെയല്ല, പുനരുത്ഥാനം എത്രത്തോളം പ്രസക്തമാണ്, ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ കാതലായ അർത്ഥം എന്ന നിലയ്ക്ക്, ഒരു യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് അത് എത്രത്തോളം നമുക്ക് പ്രാധാന്യമുള്ളതാണ്, മരണത്തോടും പുനരുത്ഥാനത്തോടും നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, ഇതെല്ലാം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യായം അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞ് അവസാനിക്കുന്നത് മരണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും മരണത്തിൻ്റെ ആത്മീയ തലങ്ങളും ഒക്കെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുന്നത്. ഈ അധ്യായം മിക്കവാറും നമ്മൾ കേൾക്കുന്ന മരണവീടുകളിലാണ് കേൾക്കുന്നത്. കാരണം പുനരുത്ഥാനത്തെ പറ്റിയുള്ള ആഴമേറിയ ക്രിസ്തീയ ദർശനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് കടന്നു വരാം. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാകുന്നത് എന്നതിനെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, റിസറക്ഷൻ അല്ലെങ്കിൽ ഉയർപ്പ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ യുക്തിയാണ്, നമ്മുടെ എസെൻഷ്യൽ യുക്തിയാണ്, ലോജിക്കായിട്ട് ഞാൻ കാണുന്നത്, റാഷണലാണ്. നമ്മുടെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ സഹോദരന്മാരെ, ഒന്ന് വായിക്കാമോ? 1, 2, 3 എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്യഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. മതി. അത് ഈ മലയാളത്തിൽ എഴുതിയേക്കുന്ന ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ കൂട്ടിക്കെട്ടി എഴുതിയേക്കുന്നത്. കുറച്ച് ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. കുറേ കൂടെ ഈ മലയാളം ഒത്തിരി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ. പറയുന്ന ഇത്ര കാര്യമുള്ളൂ, വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ആശയം ഇതാണ്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളോട് സുവിശേഷമെന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യം, നിങ്ങൾ വിശ്വസിച്ചത്, ഇനി നിങ്ങൾ നിലനിൽക്കുന്നത്, ഇനി അഥവാ അതിന് വൃഥാവല്ലെങ്കിൽ, അസത്യമല്ലെങ്കിൽ സത്യമാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടാനുള്ള കാരണം, ഇതെല്ലാം ബേസിക്കലി എന്താണ്? ഈ സുവിശേഷമാണ് അതിൻ്റെ കാരണം. ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. അപ്പം ഞാൻ നിങ്ങളോട് ആദ്യം മുതൽ പ്രസംഗിച്ച ഈ സുവിശേഷത്തിൻ്റെ, അതിലാണല്ലോ നിങ്ങൾ നിലനിൽക്കുന്നത്, അതാണല്ലോ നിങ്ങൾ കേട്ടത്, അതാണല്ലോ നിങ്ങൾ മനസ്സിലാക്കിയത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ നിലനിൽക്കുന്നത്. ആ സുവിശേഷം എന്ന് പറയുന്നത്, അതിൻ്റെ ബേസിക്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഉയർപ്പാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞത്. ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ സുവിശേഷം പറഞ്ഞത്. നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ ഏറ്റെടുത്തതും നിങ്ങളെന്ന് വിശ്വാസം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്, ഉയർപ്പാണ്. ഇറ്റ് ഈസ് ദ റിസറക്ഷൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ വെരി ഫെയ്ത്ത്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്, ക്രിസ്ത്യ വിശ്വാസിയായി നിലനിൽക്കുന്നത്. നിങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ചത്, നിങ്ങളിന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷണൽ യുക്തി എന്ന് പറയുന്നത് അത് ക്രിസ്തു മരണത്തെ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിത് എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ട് എപ്പോഴെങ്കിലും എടുത്ത് കളയാവുന്നൊരു കാര്യമല്ല. ഒരിക്കൽ സ്വീകരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ മാറ്റാവുന്ന, കാരണം ഇതിൻ്റെ അടിസ്ഥാന ലോജിക്ക ഇത് ആദ്യം മുതൽ അപ്പോസ്തല പ്രവൃത്തി മുതൽ പലയിടങ്ങളിൽ പറയുന്ന അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ. അപ്പോസ്തലന്മാരുടെ ഏറ്റവും ആഴമേറിയ ബോധ്യമാണ് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. മരണത്തിന് അവന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. ലോകം ആ കാലഘട്ടം വരെ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു, മരണത്തിനപ്പുറത്തേക്ക് എന്തുണ്ട്? മരണമാണ് എല്ലാത്തിൻ്റെയും അവസാനം. ഒരാൾ മരിച്ചാൽ അതുകൊണ്ട് അവസാനിക്കുന്നു. പക്ഷെ മരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സകല പ്രത്യാശയെയും കടത്തിക്കളയുന്ന, സകല പ്രതീക്ഷകളെയും സകല നന്മകളെയും സകല ദൈവീയ അനുഭവങ്ങളെല്ലാം കെടുത്തിക്കളയുന്ന, തളർത്തിക്കളയുന്ന ഒരു റിയാലിറ്റിയായിട്ട് അന്ന് വരെ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ എന്ത് കാണിച്ചാലും മരണത്തോടുകൂടി തീരുന്നു.
മരണത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. മരണത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയും. എല്ലാത്തിനും വലിയ ശക്തി എന്ന് പറയുന്നത് മരണമാണ്. അങ്ങനെ ബോധ്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നിടത്താണ് ക്രിസ്തു മരണത്തെ ജയിച്ചു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതൊരു വലിയ അനുഭവമായിരുന്നു ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം. അവരെ കൂടെ അതുവരെ നടന്ന, അവരെ ഉപദേശിച്ച, അവർക്ക് വേണ്ടി എല്ലാം കരുതിയ, അവരെ സ്നേഹിച്ച, അവരെ മുന്നേ നടന്നുപോയ ക്രിസ്തുനാഥൻ ഒരു ദിവസം അപ്രത്യക്ഷനാവുന്നു. അവൻ മരിച്ച് അടക്കപ്പെടുന്നു. അതോടുകൂടി അവരെല്ലാം ഭയചകിതരായി, ഭയപ്പെട്ട് ജീവിതത്തെ എങ്ങനെ നേരിടണമെന്നറിയാതെ വിറങ്ങലിച്ചു പോയ അവസരത്തിലാണ് 3-ാം നാൾ അവൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുക, നിങ്ങൾക്ക് സമാധാനം. അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മളൊക്കെ ജീവിതത്തിലേക്ക്, കർത്താവിലേക്ക് വന്നത്. നമ്മൾ ജീവിതത്തിന് ഏതോ നിമിഷങ്ങളിൽ വിറങ്ങലിച്ചു പോയ, നിരാശപ്പെട്ട് തൂങ്ങിപ്പോയി, തളർന്നു പോയി, അങ്ങനെ എന്ത് ചെയ്യണം കർത്താവേ, എന്ത് ചെയ്യണം ദൈവമേ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്തല്ലേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പലരും തൊട്ട്. നമ്മളല്ല അങ്ങനെയല്ലേ വന്നത്. നിനക്ക് സമാധാനം ഞാൻ തരാം എന്ന് പറഞ്ഞ് വന്നുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏതോ ഘട്ടങ്ങളിൽ നമ്മളും തളർന്നു പോയിട്ടുണ്ട്, ക്ഷീണിച്ചു പോയിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ആയി പോയിട്ടുണ്ട്. ശിഷ്യന്മാരുടെ ഘട്ടത്തിലൂടെ നമ്മളും പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്, ഭയപ്പെട്ടു പോയിട്ടുണ്ട്. നാളെ പറ്റിയുള്ള ഭയം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയ ഏതോ ഒരു നിമിഷത്തിൽ അവനെ ഇറങ്ങി വന്ന് നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ് വന്ന ആ നിമിഷങ്ങളിലാണ് നമ്മളും കർത്താവിലേക്ക് അടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ പുനരുത്ഥാനം എന്ന് പറയുന്നത് നമുക്കും യാഥാർത്ഥ്യമാണ്, നമ്മുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാണ്. നമ്മളെ ഏതൊക്കെയോ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെ അവൻ മടക്കിക്കൊണ്ടെന്നാണ് അവൻ്റെ പുനരുത്ഥാനം വഴി. പാപത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മരിച്ചു പോയ ആളുകളുണ്ട്. വെറുതെ ജീവൻ ശരീരത്തിലുള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു എന്ന് അർത്ഥമില്ലല്ലോ, അല്ലേ? നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ട്, തിന്നാനും കുടിക്കാനും കഴിയുന്നുണ്ട്, നമ്മൾ ജീവിക്കുന്നു എന്ന് അർത്ഥമില്ല. അതൊരു സർവൈവലാണ്, ഒരു കൈൻഡ് ഓഫ് സർവൈവലാണ്. പക്ഷെ അപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ അതിൻ്റെ ഫുൾനെസ്സിനകത്ത്, അബൻഡൻസിനകത്ത് ജീവിക്കാൻ നമുക്ക് കഴിയാറില്ല പലപ്പോഴും. കുടുംബത്തിൻ്റെ സിറ്റുവേഷന്, സാമ്പത്തിക മേഖലയിൽ, ആരോഗ്യത്തിനകത്ത് ദിവസവും ഞരങ്ങി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നിത്യമായ രോഗങ്ങളാൽ ദിനംതോറും ഉള്ളിൽ ഭാരം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, അല്ലേ? ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ പലപ്പോഴും മരണം കിടന്ന് കളിക്കുന്നത്. എത്ര ശ്രമിച്ചാലും സാമ്പത്തിക മണ്ഡലത്തിൽ ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ, ജോലിയിലൊന്ന് പുരോഗമിക്കാതെ, തലമുറയുടെ കാര്യത്തിൽ മാറ്റം വരാതെ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഞരക്കം അനുഭവിക്കുന്ന, ഞരങ്ങുന്ന, തളർന്നു പോകുന്ന മനുഷ്യരുണ്ട്. എത്ര അധ്വാനിച്ച്, എത്ര പ്രാർത്ഥിച്ച്, എത്ര ശ്രമിച്ചിട്ടും, നമ്മളാലാവുന്ന എല്ലാം ശ്രമിച്ചിട്ടും ഒന്നും കഴിയുന്നില്ല. അങ്ങനെ ഒരാളെ 38 സംവത്സരക്കാലം ഒരു കുളത്തിൻ്റെ കരയിൽ കിടന്ന് അവൻ നോക്കിയിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അതിനകത്തേക്ക് ചാടിയേക്ക ഈ പ്രാവശ്യം എന്ത് വന്നാലും നടക്കുന്നില്ല. അവസാനം കർത്താവിനോട് അവൻ പറയുക, ഞാൻ ശ്രമിച്ചിട്ട് നടക്കുന്നുമില്ല, എന്നെ ആരോട് സഹായിക്കാനുമില്ല. ഈ ഒരു ഘട്ടം വളരെ നിർണായകമാണ് മനുഷ്യൻ്റെ. നമ്മൾ ജീവിതം ആരംഭിക്കുന്നത് ഒത്തിരിയേറെ പ്രതീക്ഷകളോടും ആഗ്രഹങ്ങളോടുമാണ്. ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കും എന്നുള്ള ബോധ്യത്തോടെയാണ് നമ്മൾ ഓരോ ചുവടുകൾ വയ്ക്കുന്നത്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ മാത്രമേ ഉള്ളൂ, മറ്റാരും നമ്മളെ സഹായിക്കാനില്ല. അങ്ങനെയാണ് ഈ 38 സംവത്സരം കിടന്നവൻ്റെ അവസ്ഥ. എല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട്, ദൂതൻ വരുന്നുണ്ട്, അത്ഭുതം നടക്കുന്നുണ്ട്, കുളം കലങ്ങുന്നുണ്ട്, സൗഖ്യം പ്രാപിച്ച ആളുകൾ പോകുന്നുണ്ട്. ഞാൻ മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. 38 സംവത്സരത്തെ വർഷങ്ങളോളമായി ഇങ്ങനെ ജീവിക്കുക. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. പക്ഷെ അവിടെയൊക്കെയാണ് കർത്താവിൻ്റെ കരസ്പർശം നമ്മളെ മാറ്റുന്നത്, നമ്മളെ രൂപാന്തരപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിരാശപ്പെടുന്ന അനുഭവങ്ങളിൽ, തളർന്നു പോകുന്ന അനുഭവങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ശിഷ്യന്മാരെ പോലെ മരിച്ചു പോയതിനെ, മരണത്തെ ഭയപ്പെട്ട് ഉള്ളിൽ നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന അനുഭവത്തിലേക്കാണ്, അവരുടെ ഉള്ളിലേക്ക്, നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക്, നമ്മുടെ ഭയത്തിൻ്റെയൊക്കെ ആ ചകിതമായ അനുഭവത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇല്ല, ഞാൻ മരിച്ച് പോയെങ്കിലും അവസാനിച്ചിട്ടില്ല, ഞാൻ മടങ്ങി വന്നു, ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു, പാതാളത്തെ ജയിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം, നാം ഇന്നിവിടെ ആയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ യുക്തി അതാണ്. യേശു മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു. അതുതന്നെയാണ് നമ്മുടെ പ്രത്യാശയും നമ്മുടെ പ്രതീക്ഷയും. നമ്മുടെ ജീവിതത്തിൻ്റെ മൃതമേഖലകളിൽ, മരിച്ചുപോയ തളർന്നു കിടക്കുന്ന മേഖലകളിൽ അവന് ജീവൻ പകരാൻ കഴിയുമെന്നുള്ള ബോധ്യമാണ്, ആ ജീവൻ്റെ സാധ്യതയാണ് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രതീക്ഷകൾ മാനുഷികമായി ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല കർത്താവിനോട്.
കർത്താവിനോട് പറയുന്നില്ലേ? മാനുഷികമായി ഇതിന് സാധ്യതയില്ല നമുക്കറിയാമെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ്? അവൻ മരണത്തെ ജയിച്ചവനാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കിയവനാണ്, കൂടെയുണ്ടെന്ന് ഉറപ്പ് പറഞ്ഞവനാണ്, നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾക്കപ്പുറത്തേക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന വലിയവനായൊരു ദൈവമാണ് എന്നുള്ള ഉറച്ച ബോധ്യമാണ് നമ്മളെ കൊണ്ട് ഈ പ്രാർത്ഥിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. മറ്റു പലർക്കും വിശ്വസിക്കാൻ കഴിയാത്തടത്ത് നമ്മൾ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ്? മറ്റു പലരും തളർന്നു പോകുന്ന മേഖലകളിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്തുന്ന കാര്യം എന്താണ്? ഈ വിശ്വാസമാണ്. അവൻ മരണത്തെ ജയിച്ചവനാണ്. മനുഷ്യന് ഒരിക്കലും മറികടക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ ജയിച്ചവൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ യുക്തി, അതിൻ്റെ അടിസ്ഥാന ബോധ്യം എന്ന് പറയുന്നത്, ജീവനില്ലാത്തത് ജീവൻ പകരാൻ കഴിയുന്ന ഒരു കർത്താവിനെ ഞാൻ സേവിക്കുന്നു. ഒരിക്കലും മടങ്ങി വരില്ല എന്ന് വിചാരിക്കുന്നിടത്തേക്ക് മടക്കി വരുത്തുവാൻ കഴിവുള്ളവൻ അവനാണ് നമ്മുടെ ദൈവം. മരുഭൂമിയിൽ നീരുറവിനെ തുറക്കുന്നു, അല്ലേ? എന്ത് നല്ലൊരു അനുഭവമാണത്. മരുഭൂമിയിൽ എവിടെ നീരുറവ്? ആർക്കാ അത് പ്രതീക്ഷിക്കാൻ കഴിയുക? ഇസ്രായേൽ മക്കൾ അങ്ങനെ പതറിപ്പോയത്. ഞങ്ങൾക്ക് അവിടെ അറ്റ്ലീസ്റ്റ് വെള്ളം കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? ഇതായിരുന്നു അവരുടെ വാക്കത. പക്ഷെ അവിടെ നീരുറവ് തുറക്കുക, അല്ലേ? ഒരിക്കലും കടന്നു പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ചെങ്കടൽ വിഭാഗിച്ച് ഒരു ഉണങ്ങിയ നിലം രൂപപ്പെടുക. ഇതൊക്കെ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിന്ന് പകൽക്കാലം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ വന്നിരിക്കുന്ന ഒരു നുറുങ്ങിയ ഹൃദയത്തോടും കർത്താവ് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ചിന്തയോടെയാണെങ്കിൽ അവൻ ഉറപ്പിച്ചു പറയും, ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് നമുക്കൊരു സന്ദേശം, ഞാൻ മരണത്തെ ജയിച്ചു. നിങ്ങളുടെ പ്രതിസന്ധിയെ ജയിക്കുവാൻ എനിക്ക് കഴിയും, നിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയും, നിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ എനിക്ക് കഴിയും എന്ന് വാക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരുവൻ നമ്മുടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും അത്തരത്തിൽ ഭയത്തോടെയോ ഭീതിയോടെയോ സങ്കടങ്ങളോടെയോ ആയിരിക്കുന്നെങ്കിൽ ഒന്നോർത്തിരിക്കുക, നമ്മളായിരിക്കുന്നവൻ മരണത്തെ ജയിച്ചതിന് മുമ്പിലാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ. അവനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. മരണത്തെ ജയിക്കുവാൻ, ജീവനെ മടക്കി വരുത്താൻ അവന് കഴിയുമെങ്കിൽ ഉറപ്പാണ് നമ്മുടെ പ്രശ്നത്തിന്മേൽ അവന് പരിഹരിക്കാൻ അവന് കഴിയും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നമ്മൾ മടങ്ങിപ്പോകണം, വിശ്വാസത്തോടെ നമ്മൾ സ്വീകരിക്കാൻ കഴിയണം. നമ്മുടെ പ്രശ്നത്തിന്മേൽ ഇന്ന് കർത്താവിന് പരിഹാരമുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് അവൻ്റെ പുനരുത്ഥാനമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു വചനത്തിൻ്റെ നിവൃത്തിയാണ്. 3 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. മതി. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്, അവൻ്റെ മരണം എന്ന് പറയുന്നത് തിരുവെഴുത്തിൻ്റെ പ്രകാരമാണ്. ഇനി തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിന്നെ അവനെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ചു കൊടുത്തു. അപ്പോൾ ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. നിങ്ങൾക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ക്രിസ്തുവിന് പുനരുത്ഥാനമില്ല, കർത്താവ് മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റില്ല എന്ന് സൗകര്യം പോലെ പ്രസംഗിക്കാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഈ കൊരിന്ത്യരോട് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല. ഇത് തിരുവെഴുത്തുകളുടെ നിവൃത്തീകരണമാണ്, അതിൻ്റെ ഫുൾഫിൽമെൻ്റാണ്. ഇത് ദൈവം കാലങ്ങൾക്ക് മുമ്പേ തൻ്റെ ജനത്തോട് പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്ത അവരുടെ മശിഹായുടെ അവരുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ രക്ഷയുടെ നിവൃത്തീകരണമാണ് നമ്മുടെ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ. വീണ്ടും പറയുക, തിരുവെഴുത്തുകൾ പറഞ്ഞിട്ടുള്ള പ്രകാരം അവൻ മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. തിരുവെഴുത്തുകൾ പറഞ്ഞിട്ടുള്ള രീതി അനുസരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അവൻ്റെ ഉയർപ്പ്, അവൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് എൻ്റെ നിങ്ങളുടെയൊന്നും ഒരു ആശയമോ നമ്മുടെ ഒരു സ്വപ്നമോ നമ്മുടെ ഒരു പ്രതീക്ഷകളോ ഒന്നുമല്ല. അതിനപ്പുറത്ത് ഇത് ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ പദ്ധതിയുടെ നിവൃത്തീകരണമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പ്രസംഗിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല.
നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ മറികടക്കാനൊന്നും കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയുടെ ഭാഗമാണ് അവൻ്റെ വരവ്, അതിൻ്റെ ഭാഗമാണ് അവൻ്റെ മരണം, അതിൻ്റെ ഭാഗം തന്നെയാണ് അവൻ്റെ പുനരുത്ഥാനം. ഹല്ലേലൂയ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ സംശയിച്ചു പോകും. നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ, ദൈവപ്രവൃത്തികൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇതൊക്കെ ആവശ്യമാണോ, അതൊക്കെ നടക്കുന്നതാണോ, ഇതൊക്കെ എങ്ങനെയാണ്, നമ്മളും സംശയിക്കാറുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലെയും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ നിവൃത്തീകരണമാണ് നമ്മളെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. ദൈവപദ്ധതിയുടെ ഭാഗമാണ് നമ്മളെല്ലാം, ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയുടെ ഭാഗമാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നിസ്സഹായനായ ഒരു യഹൂദ നേതാവ്, മത നേതാവ് യേശു ക്രിസ്തു, അവൻ പ്രസംഗിച്ചു, വലിയ കാര്യങ്ങൾ ചെയ്തു, ഒടുക്കം അവൻ ക്രൂശിതനായി, അവൻ മരിച്ചുപോയി. അത്രയും ആളുകൾക്ക് അറിയാവൂ, പൊതുജനത്തിന് അത്ര അറിയാവൂ. അതല്ല സത്യം. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തിൽ നേരിട്ട് കണ്ട കുറേ മനുഷ്യരുടെ ലിസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിന്, അതായത് പത്രോസിന്, പിന്നെ ആർക്കാ? 12 പേർക്ക്. അപ്പോൾ പത്രോസും അവനടക്കമുള്ള 12 പേർക്കും പ്രത്യക്ഷനായി എന്നുള്ള യാഥാർത്ഥ്യം. പിന്നെ ആർക്കാ? പിന്നെ അതിനുശേഷം അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. നോക്കുക വാക്കുകളുടെ പ്രയോഗം, 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്താണ്? ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രത്യക്ഷനായതിൻ്റെ വ്യത്യാസം എന്താണ്? 500 പേർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചൊരു സമൂഹത്തിന് മുമ്പിൽ ഒരു കാര്യം നടന്നതിൻ്റെ അർത്ഥം അതിന് കുറച്ചും കൂടെ ബലമുണ്ട്, യാഥാർത്ഥ്യബോധമുണ്ട്, അതിന് കുറേ കൂടെ വിശ്വസിക്കാവുന്നതാണ്. പിന്നെ എന്താ പറയുന്നത്? ഒരുമിച്ച് പ്രത്യക്ഷനായി. പിന്നെ അവരിൽ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നുണ്ട്, ചിലർ നിദ്ര പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ആ കണ്ടവർ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് എഴുതുന്നു. പിന്നെന്താണ്? അനന്തരം യാക്കോബിന്, പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പിന്നെ പ്രത്യക്ഷനായി. അവൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമാജിനേഷനൊന്നുമല്ല, ഇത് മനുഷ്യർ കണ്ണുകൊണ്ട് കണ്ടതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. ഇനി എന്താ പറയുന്നത്? ഒടുവിൽ, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ. പൗലോസ് തന്നെ തിരിച്ചറിയുക, ആ കൂട്ടത്തിൽ നിന്ന് കാണാൻ ഭാഗ്യം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അകാല പ്രജ പോലുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷത, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവനിലുള്ള ജീവനിലേക്കുള്ള മടങ്ങിവരവ് എന്നൊക്കെ പറയുന്നത് തിരുവഴുത്തിൻ്റെ നിവൃത്തീകരണം എന്ന് പറഞ്ഞ മാത്രമല്ല, അത് കുറേ മനുഷ്യർ യാഥാർത്ഥ്യത്തിൽ അനുഭവിച്ച യാഥാർത്ഥ്യമാണ്. പുനരുത്ഥാനം അനുഭവിച്ചവരൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളിരിക്കുന്നത്. നമ്മളിവിടെ വരാനുള്ള കാരണം എന്താ അറിയാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ എവിടെയൊക്കെയോ ജീവൻ വെച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ല നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല. ഈ ഞായറാഴ്ചയല്ലേ, വല്ലയിടത്തും വീട്ടിൽ ഇരിക്കേണ്ട സമയമല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏതോ മേഖലയിൽ കർത്താവിൻ്റെ ജീവൻ വ്യാപരിച്ചത് കൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അവൻ നമ്മുടെ എവിടെയൊക്കെ സ്പർശിച്ചത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതോ നിരാശ നിറഞ്ഞ മേഖലകളിൽ അവൻ്റെ സാന്നിധ്യം, അവൻ്റെ ജീവൻ വ്യാപരിച്ചപ്പോഴാണ് നമ്മൾക്ക് അവനെ പിൻപറ്റണമെന്ന് തോന്നിയത്. അവൻ്റെ ശിഷ്യന്മാരെല്ലാം നേരിട്ട് കണ്ടു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ. ഒരാളല്ല, 2 പേരല്ല, 500 പേരധികം പല ഘട്ടങ്ങളിൽ അവനെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് പുനരുത്ഥാനം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാവുന്നൊരു കഥയൊന്നുമല്ല, അത് കണ്ടവരും അനുഭവിച്ചവരും ഇന്നും ഇവിടെ ഇരിപ്പുണ്ട്. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ അനുഭവങ്ങൾ പറയാനില്ലേ? പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ സ്പർശിച്ച മേഖലകളില്ലേ, അവൻ നമ്മളെ ആശ്വസിപ്പിച്ച നിമിഷങ്ങളില്ലേ, നമ്മളെ കരം പിടിച്ച് ഉയർത്തിയ സമയങ്ങളില്ലേ, നമ്മളുടെ കൂടെ നിന്ന തളർന്നു താഴെ പോകേണ്ട സമയങ്ങളിൽ കരം പിടിച്ചു ഉയർത്തിയ സമയങ്ങളില്ലേ, അത് അനുഭവമാണ് ദൈവമക്കളെ. അത് കേവലം ഒരു കഥയല്ല, വേറൊരു ഐഡിയ അല്ല, നമുക്കുണ്ടാക്കാൻ പറ്റുന്ന രൂപപ്പെടുത്തുന്ന ഒരു കൂട്ടുകെട്ട് കഥയല്ല അത്, മറിച്ച് അത് യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് എ റിയാലിറ്റി ഓഫ് ലൈഫ്. നമ്മൾ ജീവിതത്തിൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു. നമുക്കൊരിക്കലും കടന്നു പോകാൻ കഴിയില്ല, ജയിക്കാൻ കഴിയില്ല, നമുക്കൊരിക്കലും മറികടക്കാൻ കഴിയില്ല എന്നുള്ള തോന്നിക്കൊണ്ടിരുന്ന മേഖലകളിൽ അവൻ്റെ ജീവൻ വ്യാപരിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മളിവിടെ ഇരിക്കുന്നത്, ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുന്നത്, ഇന്ന് പകൽക്കാലം നമുക്ക് അതിനെ വിട്ടിട്ട് പോകാൻ കഴിയാത്തത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്, കർത്താവേ ഇതങ്ങ് മതി എന്ന് തോന്നിയിട്ടുണ്ട്. കർത്താവ് ഞാനിവിടെ നിർത്തുക എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ പോയിട്ട് എനിക്ക് യാതൊരു അർത്ഥവും തോന്നുന്നില്ല, എനിക്ക് യാതൊരു പ്രതീക്ഷയും തോന്നുന്നില്ല എന്നങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതിലൊന്നൊരു കാര്യമില്ലല്ലോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ബുദ്ധി പലപ്പോഴും നമ്മളെ ഉപദേശിച്ചില്ലേ, ഇതിലൊക്കെ എന്ത് യാഥാർത്ഥ്യം ഇരിക്കുന്നു, എത്രത്തോളം ആഗ്രഹിച്ചു, എത്രത്തോളം പ്രാർത്ഥിച്ചു, എത്രത്തോളം ശ്രമിച്ചു, എത്രത്തോളം അധ്വാനിക്കുന്നു, മുന്നോട്ടൊരു അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ലേ? പക്ഷെ എന്താ പിന്നെ നമുക്ക് ഇട്ടേച്ച് പോകാൻ കഴിയാത്തത്?
എന്താ നമുക്ക് കർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്തത്? അവൻ സ്പർശിച്ച ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയുണ്ട്. നമ്മൾ അനുഭവിച്ചതാണത്, നമ്മൾ അനുഭവിച്ചതാ. നമുക്കതിന് മറക്കാൻ കഴിയില്ല. അത് നമ്മുടെ അടിസ്ഥാന ബോധ്യമാണ്. ഒരിക്കലും ആരുമില്ലാത്ത ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ ഇറങ്ങി വന്നിട്ട് നമ്മളെ തൊട്ട, സ്പർശിച്ച, ബലപ്പെടുത്തിയ, ശക്തീകരിച്ച അനുഭവങ്ങൾ നമുക്കുണ്ട്. ഭയപ്പെട്ട ശിഷ്യന്മാർക്ക് തന്നെ സംഭവിച്ചത്. അവർ ഭയപ്പെട്ടു പോയി, അവർ പേടിച്ചു പോയി, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിപ്പോയി. മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയില്ല. പത്രോസ് പറയാ, ഇനി ഞാൻ നിർത്തി, ഞാൻ ഇനി മീൻ പിടിക്കാൻ പോവുക, പരിപാടി ഞാൻ നിർത്തി ഇവിടെ. നമുക്ക് വില കഴിക്കണ്ടേ, മീൻ പിടിക്കാൻ പോവാം. ഓരോരുത്തരും അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് വിചാരിച്ചു പോയി. കർത്താവിൻ്റെ മരണം അവരെ അങ്ങനെ ഭയപ്പെടുത്തി കളഞ്ഞു. ഇനി ആര് നമ്മളെ സഹായിക്കും? ഇതുവരെ ഈ കാര്യം ഉപദേശമൊക്കെ പറഞ്ഞു നടന്നു, പക്ഷെ എല്ലാം ഓൾ ഓഫ് എ സഡൻ എല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെ പത്രോസ് അടക്കമുള്ളവർ ഭയപ്പെട്ടു പോയി. ധീരന്മാരാണ്, പക്ഷേ ഭയപ്പെട്ടു പോയി. അവരെ മുന്നിലേക്ക് അവൻ ഇറങ്ങി വന്നിട്ട് പറയാ, സമാധാനം. അനുഭവിച്ചതാ ദൈവമക്കളെ, കണ്ടറിഞ്ഞതാ, തൊട്ടറിഞ്ഞതാ. ഇനി ഇതൊന്നും പറ്റാതിരുന്ന ഒരു തോമസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ട്. അദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ പറ്റിയില്ല. അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കർത്താവ് അവന് വേണ്ടി ഇറങ്ങി വന്നിട്ട് പറയാ, നീ തൊട്ടോ മോനെ, നീ തൊട്ട് അനുഭവിച്ചിട്ട് നീ വിശ്വസിച്ചാൽ മതി. കണ്ടോ, അത്ര ഇറങ്ങി വരാൻ നമ്മുടെ കർത്താവിന് കഴിയുന്നുണ്ട്. നിനക്ക് സ്വാഭാവികമായിട്ട് ഇവരെ പോലെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ, അല്ലേ? നിനക്ക് വേണ്ടി ഞാൻ വരാം, ഒരു പ്രാവശ്യം കൂടെ വരാം, നീ എന്നെ തൊട്ടിട്ട് നീ അനുഭവിച്ചാൽ മതി. നിനക്ക് വേണ്ടി മുറിഞ്ഞ എൻ്റെ കരം നീ കാണും, എൻ്റെ വിലാപ്പുറം നീ അനുഭവിക്കുക. നമുക്ക് വേണ്ടി നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തലങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ നമ്മുടെ കർത്താവിന് വീണ്ടും വീണ്ടും കഴിയും. ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അവനറിയാം. കാരണം നമ്മളത്ര ബലഹീനരാണ്, നമ്മളത്ര ചെറിയ മനുഷ്യരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ വിശ്വസിക്കുന്ന അതേ താഴത്തിലേക്ക് അവൻ ഇറങ്ങി വരും. തൊട്ടേ നമ്മൾ വിശ്വസിക്കുമെങ്കിൽ അവൻ തൊടാൻ അവൻ നിന്നു തരും നമ്മുടെ മുമ്പിൽ. അങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ഉണ്ട്. നമ്മൾ ഏത് അവസ്ഥയിലാണ് ആ അവസ്ഥയിലേക്ക് അവൻ ഇറങ്ങി വന്നു ഒരു കാലത്ത്. അല്ലാതെ അവൻ അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെടുമായിരുന്നില്ല. അവൻ മഹാരാജാവൻ നമ്മുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരുമായിരുന്നു. നമ്മളെ ചെറിയ കുടിലേക്ക്, നമ്മുടെ ചെറിയ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. നമ്മൾ ഒരുക്കമുള്ളവരൊന്നും ആയിരുന്നില്ല. അവനെ സ്വീകരിക്കാൻ തക്കോണം ആ ശതാധിപൻ പറഞ്ഞ പോലെ, എൻ്റെ കുടുംബത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ വലിയവനാ, എൻ്റെ വീട്ടിലേക്കൊന്നും വരണ്ട, നീ പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ ജീവിച്ചവരാ. അത്രയും എളിമത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ വരികയായിരുന്നു, പ്രവേശിക്കുകയായിരുന്നു. അവൻ വാതിക്കൽ മുട്ടി, വാതിൽ തുറന്നു കൊടുത്തു, അവനകത്ത് പ്രവേശിച്ചു. അങ്ങനെയാണ് നമ്മളായിട്ടുള്ളത്. അനുഭവമാണ് ദൈവമക്കളെ, നമ്മൾ അനുഭവിച്ചത് അവനെ. ഇന്ന് പാടിയ പാട്ട് ഓരോ നാളിലും ആ പാട്ട് മുഴുവൻ ഞാൻ കരയുമായിരുന്നു. എനിക്ക് അത് തടുക്കാൻ കഴിഞ്ഞില്ല. നമ്മളെങ്ങനെയാണ് കർത്താവ്, എങ്ങനെ നമ്മളെ കൊണ്ടുവന്ന കർത്താവ്? ഓരോ നാൾ ഓരോ നിമിഷവും കൂടെ നിൽക്കുമല്ലായിരുന്നോ? നമ്മൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ? നമുക്ക് തോന്നി പിരിഞ്ഞു എന്ന്, പക്ഷെ പിരിഞ്ഞു പോയിട്ടില്ല. നമുക്കറിയാം അവൻ കൂടെ ഉണ്ടായിരുന്നു. ഇല്ല, നമ്മളിന്നിവിടെ ഇരിക്കില്ല പലപ്പോഴും. ദൈവമക്കൾ അത്രത്തോളം നമ്മളെ സ്നേഹിച്ച ആ ദൈവ സ്നേഹത്തെ ഇന്ന് പലകാലം നമ്മൾ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയണം. ആഴമേറിയ സ്നേഹം നമ്മുടെ അനുഭവമാണ്. അതാരും പറഞ്ഞെന്ന കഥയല്ല, നമുക്ക് നാളെ മാറ്റി പറയാൻ കഴിയത്തുമില്ല. പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്, വചനങ്ങളുടെ നിവൃത്തീകരണമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് എൻ്റെ നിങ്ങളുടെ അനുഭവം കൂടിയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഉയർപ്പ് നമ്മളെ രൂപാന്തരപ്പെടുന്ന ദൈവശക്തിയാണ്. 8-11 വരെ ഒന്ന് വായിക്കാമോ? എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചും ഇരിക്കുന്നു. മതി. ഉയർപ്പ്, പുനരുത്ഥാനം എന്നൊക്കെ പറയുന്നത് ഒരു ട്രാൻസ്ഫോമിങ് പവറാണ്. പൗലോസിൻ്റെ ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം ആ ശക്തി എങ്ങനെയാണ് അനുഭവിച്ചതെന്ന്. പൗലോസ് പറയുക, അങ്ങനെ ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. തൻ്റെ രക്ഷയെപ്പറ്റി, തൻ്റെ ആ രൂപാന്തരത്തെപ്പറ്റി പൗലോസ് എത്ര എളിമയോടെയാണ് പറയുന്നത് നോക്കി. അകാല പ്രജ പോലെ, എപ്പോഴും ജനിക്കേണ്ടതല്ലാത്ത സമയത്ത് ജനിച്ച ഒരു മകൻ, ജനിക്കാൻ സാധ്യതയില്ലാത്ത സമയത്ത് ജനിച്ചൊരു മകൻ, അതാണ് അകാല പ്രജ. എപ്പോഴോ മാതാപിതാക്കൾക്ക് പ്രായമായിട്ട് കഴിയുമ്പോണ്ടാകുന്ന മക്കളില്ലേ, അകാല പ്രജ പോലുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി.
അത് ആ പ്രത്യക്ഷതയെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് വീണ്ടും വീണ്ടും പല ഘട്ടങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ സഭയെ ഉപദ്രവിക്കാൻ പോവുകയായിരുന്നു. അങ്ങനെയുള്ള പ്രമാണവും അധികാരവും ആളുകളുമായിട്ട് പോവുകയായിരുന്നു. പക്ഷേ ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ചിട്ട് അവൻ എന്നെ തൊട്ടു. വലിയ പ്രകാശമടിച്ചു. ഞാൻ താഴെ വീണു. ഞാൻ അന്ധനായിപ്പോയി. എൻ്റെ സകലവിധ ബൗദ്ധികമായ ആധിപത്യങ്ങളും തകർന്നു. എനിക്ക് ചിന്തിച്ചിട്ടും മനസ്സിലാകാനാവാത്ത അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ആ പ്രകാശം ഞാൻ അനുഭവിച്ചതാണ്. ആ ശബ്ദം ഞാൻ കേട്ടതാണ്. എൻ്റെ അന്ധത യാഥാർത്ഥ്യമാണ്. 3 ദിവസം ഞാൻ അന്ധനായിരുന്നു. അതിനുശേഷം ഞാൻ കാഴ്ചയിലേക്ക് തിരികെ വന്നു. അതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ഒരു മാല, ഒരു ശ്രേണി തന്നെ ദൈവം പൗലോസിനെ സമ്മാനിച്ചു. പൗലോസെ, നിൻ്റെ ബുദ്ധിക്ക് അപ്പുറത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പൗലോസിൻ്റെ രൂപാന്തരണത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്താണ് ആ രൂപാന്തരം, ആ ട്രാൻസ്ഫോർമേഷൻ? സഭയെ നശിപ്പിക്കാൻ നടന്നവൻ, അതിന് അധികാരമെടുത്തവൻ, അതിന് ജ്ഞാനമുള്ളവൻ നേരെ തിരിഞ്ഞു നിന്നിട്ട് പറയുക, ഇവനാണ് ദൈവം, ഇവർ പറയുന്നതാണ് ശരി. ഇതാണ് രൂപാന്തരത്തിൻ്റെ പ്രത്യേകത. കർത്താവിനെതിരെ, അവൻ്റെ നാമത്തിനെതിരെ, അവൻ്റെ ആധിപത്യത്തിനെതിരെ, അവൻ്റെ സ്നേഹത്തിനെതിരെ പുറംതിരിഞ്ഞ് നിന്നവൻ നേരെ തിരിഞ്ഞ് നിൽക്കുക, അതിൻ്റെ സാക്ഷ്യമായിട്ട് മാറുക. അതാണ് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ രൂപാന്തരം. അത് ദൈവശക്തിയുടെ പ്രദർശനമാണ്. പുനരുത്ഥാനം എന്ന് പറയുന്നത് കേവലം ഒരു സ്റ്റോറിയല്ല. പൗലോസ് അവരോട് പറയുക, നിങ്ങൾക്ക് എപ്പോഴും മാറ്റിമറിക്കാവുന്ന സ്റ്റോറിയൊന്നുമല്ല, ഇത് ഞാനേ കടന്നുപോയി അനുഭവിച്ച യാഥാർത്ഥ്യമാണ്. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചതാണ്. പുനരുത്ഥാനത്തിൻ്റെ ശക്തി എൻ്റെ ചിന്തയിൽ ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ ബുദ്ധിക്ക് താങ്ങാനാവാത്ത യാഥാർത്ഥ്യത്തെ ഞാൻ നേരിട്ടതാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും മാറ്റി പറയാവുന്ന കാര്യമല്ല. നിങ്ങളോട് ഞാൻ പ്രസംഗിച്ച എൻ്റെ പ്രസംഗത്തിൻ്റെ, എൻ്റെ സുവിശേഷത്തിൻ്റെ കാതലായ അടിസ്ഥാനം എൻ്റെ ഈ അനുഭവമാണ്. ഞാൻ മാറിയത് ആ ശക്തിയുടെ ഫലത്താലാണ്. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് എന്നെ മാറ്റിയത്. അല്ലെങ്കിൽ എന്നെ ഒന്നും മാറ്റാൻ കഴിയുമായിരുന്നില്ല. ഞാൻ പരീക്ഷന്മാരും ജനിച്ച പരീക്ഷനാണ്. എനിക്ക് കൃത്യമായ ബോധ്യങ്ങളോടാണ്. ഈ വചനത്തിൽ, പുരാതന വചനങ്ങളിൽ, അല്ലെങ്കിൽ യഹൂദ ന്യായപ്രമാണങ്ങളിൽ അത്രമേൽ ആഴമേറിയൊരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് മാറാൻ കഴിയണമെങ്കിൽ ഈ ശക്തി കൊണ്ടേ കഴിയത്തുള്ളൂ. അങ്ങനെയല്ലേ കർത്താവ് നമ്മളെ മാറ്റിയേ. കർത്താവിലേക്ക് വരാമെന്ന് ഒരു ദിവസം ഓടിക്കൂടിയതൊന്നും അല്ല. നമ്മൾ പലരും പുറംതിരിഞ്ഞ് നിന്നവരായിരുന്നു. ദൈവസ്നേഹത്തോട് പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ അനുഭവങ്ങളുണ്ട്. എത്ര പ്രാവശ്യം കണ്ടിട്ടും പിന്നെയും മാറ്റി നിർത്തിയവരാണ് പലരും നമ്മളൊക്കെ. അനുഭവിച്ചിട്ടും കണ്ടിട്ടും കേട്ടിട്ടും. സ്തെഫാനോസ് മരിക്കുമ്പോൾ, കർത്താവിന് മരിക്കുമ്പോൾ പോലും പൗലോസിന് യാതൊരു ഒരു മനസാന്തരം വന്നിട്ടില്ല. എന്നാൽ അവൻ മരിക്കുന്നതാണല്ലോ, എന്തോ യാഥാർത്ഥ്യത്തിനാണല്ലോ മരിക്കുന്നതെന്ന് പോലും തോന്നാനുള്ള ബോധ്യം ഉണ്ടായില്ല പൗലോസിന്. എന്തോ സത്യം ഉള്ളിലുള്ളതുകൊണ്ട്. അത് അവിടെ നിന്ന് പടയാളികൾക്കുണ്ടായി. കർത്താവ് മരിച്ചപ്പോൾ സത്യത്തിൽ ഇവൻ ദൈവപുത്രനായിരുന്നു പറയാൻ അവർക്ക് കഴിയുമായിരുന്നു. ആ ഒരു ബോധം പോലും ഇല്ലാത്ത വിധത്തിൽ ആഴമേറിയ ബോധ്യങ്ങളുള്ള ആളായിരുന്നു പൗലോസ്. സ്തെഫാനോസ് മരിക്കുന്ന അവന് സമ്മതമായിരുന്നു. അതെല്ലാം യാഥാർത്ഥ്യ. പക്ഷേ കർത്താവിനെതിരെ തിരിഞ്ഞു നിന്ന, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ തിരിഞ്ഞു നിന്ന അവൻ്റെ ജീവിതത്തിലെ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒന്ന് പ്രവേശിച്ചു. കുതിരപ്പുറത്ത് നിന്ന് അവൻ താഴെ പോയി. വലിയ പ്രകാശത്തിനകത്ത് അവൻ താഴെ പോയി. ചോദിച്ചു, നീ ആരാവുന്ന കർത്താവേ, നീ ഉപദ്രവിക്കുന്ന? പൗലോസിൻ്റെ സകല ചിന്താ പദ്ധതികളും പൊളിഞ്ഞുപോയി, സകല ജ്ഞാനവും പൊളിഞ്ഞുപോയി. അവൻ്റെ സകല ബോധ്യങ്ങൾക്കും അപ്പുറത്തേക്ക് ചിലത് സംഭവിക്കുന്നുവെന്ന് പൗലോസിന് മനസ്സിലായി. പൗലോസ് പറയുക, ഈ അകാല പ്രജ പോലുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി. ഇനി അദ്ദേഹം ആ പ്രോസസ്സ് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കി. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ഉണ്ടോ? ഞാൻ ഏറ്റവും ചെറിയവനാണ്. ദൈവസഭ ഉപദ്രവിച്ചാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല, ഉണ്ടോ? തിരിച്ചറിയുക ഞാൻ ആരായിരുന്നുള്ളൂ. എങ്കിലും ഞാനാകുന്ന ദൈവകൃപയാലാകുന്നു. എന്നുള്ളവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അധികം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയല്ല. അഹങ്കാരവും അധികാരവും ഒക്കെ കയ്യിലുണ്ടായിരുന്ന പത്രോസിൻ്റെ ആ മാനസാന്തരത്തിൻ്റെ അവസാനത്തിൻ്റെ ഘട്ടം എങ്ങനെയാണെന്നറിയാമോ? ഞാൻ എളിയവനാണ്, ഞാൻ ചെയ്യുന്നത് ദൈവകൃപയിലാണ്. പിന്നീട് അങ്ങോട്ട് പത്രോസ് എന്ത് പറഞ്ഞാലും കർത്താവിൻ്റെ കൃപ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവകൃപയെ പറ്റി വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവൻ അനുഭവിച്ചു പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നാന്ന്. അവൻ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുമൊക്കെ നന്നായിട്ട് അനുഭവിച്ച ആളാണ് പൗലോസ്. പൗലോസ് പറയുക, അവൻ്റെ കൃപയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് എന്നെ ഇങ്ങനെ മാറ്റിയത്. അതിന് എന്നെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഞാനത് ശരീരത്തിൽ അനുഭവിച്ച ശക്തിയാണത്. ഞാനെൻ്റെ ബുദ്ധിയിൽ അറിഞ്ഞതാണ്, എൻ്റെ ചിന്തകളിൽ, എൻ്റെ വികാരങ്ങളിൽ ഞാൻ അറിഞ്ഞ ശക്തിയാണ്. അത് കേവലമായൊരു കാര്യം. അതുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ മാറ്റിയൊന്നും പ്രസംഗിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ എന്നാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളും അങ്ങനെയൊക്കെയാണ്. നമ്മളെ രൂപാന്തരപ്പെടുത്തിയ, നമ്മളെ സ്നേഹിച്ച, നമ്മളെ മനസ്സിലാക്കിയ ദൈവശക്തിയെ നമ്മളിന്ന് പൽക്കാലം തിരിച്ചറിഞ്ഞാൽ കർത്താവേ നിൻ്റെ കൃപ, നിൻ്റെ കൃപ, നിൻ്റെ കൃപ എന്ന് പറയാൻ നമുക്ക് കഴിയത്തുള്ളൂ. നിൻ്റെ ദയ, നിൻ്റെ കരുണ, നിൻ്റെ വിശ്വസ്തത എന്ന് പറയാനേ കഴിയത്തുള്ളൂ. നിൻ്റെ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ സ്നേഹിച്ചു, നിൻ്റെ കരുണയാൽ നീ ഞങ്ങളെ വീണ്ടെടുത്തു, നിൻ്റെ വിശ്വസ്തയാൽ നീ ഞങ്ങളെ താങ്ങി. കർത്താവേ, ഞങ്ങളുടെ കയ്യിലെ പ്രവൃത്തിയൊന്നുമല്ല, സകലതും നിൻ്റെ കൃപയാണെന്ന് പറയാനിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മുടെ പ്രവൃത്തിയുടെയും ബലം, നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചതും നമ്മൾ ബലം പ്രയോഗിച്ച മറ്റെന്തിനൊക്കെ വേണ്ടിയായിരുന്നു. പക്ഷെ അവൻ്റെ സ്നേഹം വന്നു. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളെ തൊട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ മാറില്ല എന്ന് വിചാരിച്ച ചിന്തകൾ മാറി, നമ്മൾ മാറ്റാൻ കഴിയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ മാറി, നമ്മൾ എടുത്തു കളയാൻ കഴിയില്ല എന്ന് വിചാരിച്ചത് പലതും മാറി, നമുക്കൊണ്ട് അസാധ്യമെന്ന് കരുതുന്ന എല്ലാം മാറി. കാരണം പുനരുത്ഥാനത്തിൻ്റെ ശക്തിക്ക് കല്ലറയിലെ കല്ലിനെ മാറ്റാൻ കഴിയും ദൈവമക്കളെ. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ, കല്ലറയുടെ എല്ലാ അധികാരത്തെയും മാറ്റാൻ കഴിയും. അതിന് മുൻപ് രാജ്യത്തിൻ്റെ ശക്തികളെ മാറ്റി നിർത്താൻ കഴിയും. അതിന്മേൽ സീൽ ചെയ്യുന്ന രാഷ്ട്രത്തിൻ്റെ അധിപൻ്റെ, പൊളിറ്റിക്സിൻ്റെ അധികാര ശ്രേണിയുടെയൊക്കെ ആ ബലത്തെ കെടുത്താൻ അതിന് കഴിയും. അതിന് മനുഷ്യൻ്റെ കായബലത്തെ, അധികാരത്തെയും ആരോഗ്യത്തെയും കെടുത്താൻ കഴിയും. പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന മനുഷ്യൻ്റെ സകല ബോധ്യങ്ങളുടെയും അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ സാമാന്യ ബോധത്തിൻ്റെയും സാമാന്യ അറിവിൻ്റെയും യുക്തിയുടെയും അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതനുഭവിച്ചു വരാം നമ്മൾ. ഇന്ന് പൽക്കാലം ആ കൃപയല്ലേ നമ്മളിവിടെ നിർത്തുന്നത്? ആ ദൈവസ്നേഹമല്ലേ നിൽക്കുന്നത്? പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് നമ്മളെ തളർത്തിക്കളയുന്നതല്ല, അത് നമ്മളെ പണിയുന്നതാണ്, അത് നമ്മളെ ചേർത്ത് നിർത്തുന്നതാണ്, അത് നമ്മളെ കറക്റ്റ് ചെയ്യുന്നതാണ്, അത് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നതാണ്. അത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനം കൂടിയാണ്. ഇന്ന് പൽക്കാലം നമുക്ക് കർത്താവിലേക്ക് നോക്കാം. അവൻ നമ്മളെ സ്നേഹിച്ചതുകൊണ്ടും അവൻ തൻ്റെ ശക്തിയാൽ നമ്മളെ മാറ്റിയത് കൊണ്ടുമാണ് നമ്മളിങ്ങനെ ആയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളൊന്നും സ്വാഭാവിക രീതിയിൽ മാറത്തില്ല. ചില ഇടങ്ങളിൽ ശക്തി പ്രയോഗിക്കേണ്ടി വരും, അല്ലേ? പാറ പൊട്ടിക്കണമെങ്കിൽ ശക്തി വേണം. ശക്തിയില്ലാതെ പാറയൊന്നും പൊട്ടില്ല. കഠിനമായുള്ളതൊക്കെ പൊട്ടിച്ച് കളയുന്ന ശക്തിയുടെ പ്രയോഗമുണ്ട്. നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ കടന്ന ദൈവത്തോടുള്ള നിഷേധം, അനുസരണക്കേട്, ദൈവത്തോടുള്ള സ്നേഹമില്ലായ്മ, ലോകത്തോടുള്ള ആഴമേറിയ ഭ്രാന്തമായ ആഗ്രഹങ്ങൾ, ഇതിനൊക്കെ പൊട്ടിച്ച് കളയണമെങ്കിൽ ദൈവത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാലേ സാധിക്കത്തുള്ളൂ. ഇന്ന് പൽക്കാലം ലോകത്തിൻ്റെ പിന്നാലെ ഓടിയിരുന്ന നമ്മളെ, നിരാശയുടെ പിന്നാലെ ആയിരുന്ന നമ്മളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നത് ഈ പുനരുത്ഥാനത്തിൻ്റെ ദിവ്യശക്തിയാണ്. ഇന്ന് പൽക്കാലം നമുക്ക് പറയാൻ, പൗലോസിൻ്റെ ഒപ്പം പറയാൻ ഒരു വാക്യമുണ്ട്: കർത്താവ്, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, അല്ലേ? നിൻ്റെ കൃപയാലാണ്, നിൻ്റെ ദയയാലാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് പേഴ്സണലി തിരിഞ്ഞു നോക്കിയാൽ എത്രയോ പണ്ടേ ഞാൻ മണ്ണോട് മണ്ണ് ചേരേണ്ട എത്ര അനുഭവങ്ങൾ, എത്ര അപകടങ്ങൾ, എത്രയോ ദോഷങ്ങളിലൂടെ കടന്നുപോയി. ഞാനിവിടെ നിൽക്കുക. ഞാനെന്നാതെ പറഞ്ഞോണ്ട്, കർത്താവ്, ഞാനിവിടെ നിൽക്കാൻ യോഗ്യനായിരുന്നോ? എന്നെ നീ ഇവിടെ കൊണ്ട് നിർത്തിയതല്ലേ? ഞാനിങ്ങനെ നോക്കി, എന്നെ തന്നെ ഞാൻ നോക്കി, ഈ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുമോ അവിടെ? നമ്മളെ കൊണ്ട് ഇരുത്തിയേക്കുമല്ലേ ഇവിടെ? നമുക്ക് പലപ്പോഴും നമ്മുടെ യോഗ്യത കൊണ്ടാണ് നമുക്ക് തോന്നും. എന്നിട്ട് നമ്മൾ നിഷേധിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ മുന്നിൽ തടസ്സങ്ങളെ തറുത്തെറിയാൻ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രതിബന്ധങ്ങളില്ല. മരണത്തെ മാറ്റാൻ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ബാക്കി എല്ലാത്തെയും മാറ്റാൻ കഴിയും. ഇന്ന് പലർക്കും രോഗത്താൽ ഭാരപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഞരങ്ങിപ്പോകുന്ന ഒരാളുണ്ട്, അവരുടെ ജീവിതത്തിലേക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ അവർക്ക് അതിനെ മറികടക്കാൻ കഴിയും. നമ്മൾ കടന്നു വന്നൊരു പ്രതിസന്ധിയെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് പൽക്കാലം അതിൽ ഞരങ്ങിയ വന്നിട്ടുള്ളെങ്കിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മൾ മാറ്റാൻ കഴിയും. കർത്താവിലേക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന, കർത്താവിനെ ആയതുപോലെ ഉള്ളതുപോലെ സ്നേഹിക്കാൻ കഴിയാതെ ഞരങ്ങുന്ന ഹൃദയത്തിൻ്റെ കാഠിന്യമുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളിൽ വന്നാൽ നമുക്കതിൽ നിന്ന് മറികടക്കാൻ കഴിയും.